നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ പിടിയിൽ. അലക്സ് മാത്യുവിനെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. അലക്സ് മാത്യുവിന്റെ കടവന്ത്രയിലെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് പുരോഗമിക്കുകയാണ്. പരിശോധനയിൽ നിർണായക രേഖകൾ കണ്ടെത്തിയെന്ന് വിജിലൻസ് SP S ശശിധരൻ. ഇദ്ദേഹം ശരിക്ക് വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ബഹുമാനപ്പെട്ട സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക നിർദ്ദേശത്തിൽ എല്ലാ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെയും പട്ടിക തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരെ സ്പെഷ്യലായിട്ട് നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് വിജിലൻസ് ഡയറക്ടർ സാറ് യോഗേഷ് ഗുപ്ത സാറ് ഓരോ ജില്ലയ്ക്ക് നിർദ്ദേശം തന്നുണ്ട്. ഓരോ ജില്ലയിലെയും സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസിന്റെയും സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെയും പ്രത്യേകം പട്ടിക അഴിമതിക്കാരായ ആളുകളുടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരെ ഞങ്ങൾ നിരീക്ഷിച്ചിരുന്നു. ഇദ്ദേഹം നിരീക്ഷണത്തിലായിരുന്നു. ഇപ്പോൾ കടക്കലിലുള്ളൊരു ഗ്യാസ് ഏജൻസിയുടെ ലൈസൻസ് റിന്യൂവലായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹം 10 ലക്ഷം രൂപ കൈക്കൂലിയായിരുന്നു. പരാതിക്കാരൻ നേരെ വിജിലൻസ് ഡയറക്ടർ സാറെ ബന്ധപ്പെട്ടു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് തിരുവനന്തപുരം SIU 1 യൂണിറ്റ് പിടിച്ചത്. നിതിൻ അബുജനുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. നിതിൻ, 10 ചോദിച്ചു, 2 ലക്ഷം വാങ്ങിച്ചു, അങ്ങനെ പിടിയിലുമായി. കൂടുതൽ ഇടപാടുകൾ, കൈക്കൂലി ഇടപാടുകൾ ഇയാളുടെ നടത്തിയിട്ടുണ്ട് എന്ന സംശയമുണ്ടോ? ഈ മണിക്കൂറുകൾ നീളുന്നു പരിശോധന, അല്ലേ? ഗൂഗിൾ ഇപ്പോൾ തന്നെ 2 മണിക്കൂർ നീണ്ടിരിക്കുകയാണ് പരിശോധന ഇപ്പോഴും തുടരുകയാണ്. കടവന്ത്ര ചെലവനൂരിലെ വീട്ടിൽ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 3 വർഷമായി ഇദ്ദേഹം ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. 2 മാസം മുൻപ് പരാതിക്കാരനോട് ഇവിടെ വരാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇവിടെ വെച്ചാണ് 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത്. എന്തായാലും 10 ലക്ഷം രൂപ നൽകാൻ കഴിയില്ലെന്ന് പറഞ്ഞതോടുകൂടി തന്നെ ഇദ്ദേഹം തിരികെ തിരുവനന്തപുരത്തേക്ക് പോയായിരുന്നു. ഇതിനിടയിലാണ് ഇദ്ദേഹത്തിന്റെ ഏജൻസിയിലെ ആളുകളെ മറ്റ് ഏജൻസിയിലേക്ക് ഇദ്ദേഹം മാറ്റുമെന്ന് ഭീഷണിപ്പെടുത്തി ചില ആളുകളെ മാറ്റുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ പരിശോധന ഇദ്ദേഹത്തിന്റെ വീട്ടിൽ, ചെലവനൂരിലെ വീട്ടിൽ തുടരുന്നുണ്ട്. സംശയാസ്പദമായ ചില രേഖകൾ കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത്. ചില നിക്ഷേപങ്ങൾ ഉള്ളതായും സൂചന ലഭിച്ചിട്ടുണ്ട്. പരിശോധന പൂർത്തിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പറയാനാകൂ. എന്തായാലും IOC പനമ്പള്ളി നഗറിലെ ഓഫീസിലും പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ വിജിലൻസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി. IOC ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ് കൈക്കൂലി വാങ്ങിയപ്പോൾ പിടിയിലായത്. 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. പക്ഷേ 2 ലക്ഷം കൈമാറുന്ന വേളയിൽ അത് വിജിലൻസ് പിടികൂടുകയായിരുന്നു. ഇപ്പോഴും അലക്സ് മാത്യുവിന്റെ കൊച്ചിയിലെ വീട്ടിൽ പരിശോധനയും തുടരുകയാണ്. നിതിൻ അബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് താഴെ കൂടരഞ്ഞിയിൽ കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് യുവാവിന് ഗുരുതര പരിക്ക്. കൂടരഞ്ഞി സ്വദേശിയും മുക്കം SBI ബാങ്ക് ജീവനക്കാരനുമായ ഗോർഡിൽ ജോസഫിനാണ് പരിക്കേറ്റത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അപകടം. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷഹദ്, ആദ്യം ഈ യുവാവിന്റെ ആരോഗ്യനിലയെ പറ്റി പറയും. ഗൂഗിൾ വലിയ രീതിയിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. കൈയിന്റെ തോളലിന് 3 പൊട്ടലും അതുപോലെ തന്നെ ഊരയ്ക്കും കാലിനുമൊക്കെ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പരിക്കേറ്റ ഗോഡ്വിനെ ഇപ്പൊ മുക്കം സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതായത് കുറച്ചു കാലം എന്തായാലും വിശ്രമം ആവശ്യം വേണ്ടി വരും എന്നുള്ള കാര്യം ഇപ്പോൾ ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സർജറിയും ആവശ്യമുണ്ട് എന്നുള്ള കാര്യവും ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് കാട്ടുപന്നി ശല്യം കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ടുണ്ട്. ഇത് പ്രദേശത്തുകാർ പലതവണ ബന്ധപ്പെട്ട അധികാരിക്ക് മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇതുവരെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടരഞ്ഞിയാണ് ഈ പരിക്ക് പറ്റിയിട്ടുള്ള ഗോഡ്വിന്റെ സ്ഥലം എന്ന് പറയുന്നതും അവിടെയാണ് ഇത്തരത്തിൽ ജോലി കഴിഞ്ഞ് വരുന്ന ഘട്ടത്തിൽ ഈ പന്നി കുറുകെ ചാടുകയും പിന്നീട് ബൈക്കിന്റെ നിയന്ത്രണം വിട്ട് മറിയുകയും ചെയ്തിട്ടുള്ളത്. ശരി. ഷഹദ് റഹ്മാനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ കഞ്ചാവ് കേസിൽ പ്രധാന പ്രതി കൊല്ലം സ്വദേശിയായ 3ാം വർഷ വിദ്യാർത്ഥി. കഞ്ചാവ് എത്തിച്ചത് ഇയാൾക്ക് വേണ്ടിയെന്ന് പിടിയിലായ ആഷിഖും ഷാലിക്കും മൊഴി നൽകി. ഒളിവിൽ പോയ കൊല്ലം സ്വദേശിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചത് ഇന്ന് പിടിയിലായ ആഷിഖും ഷാലിക്കുമാണ്. ഇരുവരും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. മുൻപും സമാനമായ രീതിയിൽ ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചിട്ടുണ്ടെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഹോസ്റ്റലിലെ കൊല്ലം സ്വദേശിയുടെ നിർദ്ദേശപ്രകാരമാണ് കഞ്ചാവ് എത്തിച്ചത്. ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. KSU പ്രവർത്തകനായ ആദിലടക്കമുള്ളവർ അന്വേഷണ പരിധിയിൽ ഇപ്പോഴുമുണ്ടെന്ന് തൃക്കാക്കര ACP. രണ്ടുപേരുടെയും പരിശോധിക്കുക. കാരണം ഇല്ലായിരുന്നു അവർ അവകാശപ്പെടുന്നു. നമ്മൾ ചെല്ലുമ്പോഴും നമ്മളോട് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ പങ്ക് കൃത്യമായിട്ട് നമ്മൾ അന്വേഷിച്ച് വെളിവായിൽ മാത്രം അതിനകത്ത് ചേർക്കും. ഇതുവരെ നമുക്കതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല. ഓഫർ നൽകിയാണ് കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ കഞ്ചാവ് വിൽപ്പന നടക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ മൊഴി നൽകിയിട്ടുണ്ട്. മുൻകൂറായി പണം നൽകിയാൽ 500 രൂപയുടെ കഞ്ചാവ് 300 രൂപയ്ക്ക് ലഭിക്കുന്നതാണ് ഓഫർ. വരും ദിവസങ്ങളിൽ കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും.
വിഷ്ണു സുരേഷ്, 24 കൊച്ചി. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ കഞ്ചാവ് കേസിൽ പിടിയിലായ യൂണിയൻ ജനറൽ സെക്രട്ടറി അഭിരാജിനെ SFI പുറത്താക്കി. പോളിടെക്നിക് SFI യൂണിറ്റിന്റേതാണ് തീരുമാനം. ലഹരിക്കെതിരെ കോളേജിൽ പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ട് പ്രിൻസിപ്പൽ നൽകിയ പരാതിയും പുറത്തുവന്നു. പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ ലഹരിവേട്ടയ്ക്കാധാരം പ്രിൻസിപ്പൽ അജു തോമസ് നൽകിയ പരാതിയാണ്. 12-ാം തീയതിയാണ് DCPക്ക് പരാതി നൽകിയത്. 14-ാം തീയതി നടക്കുന്ന ഹോളി ആഘോഷത്തിലേക്ക് മദ്യവും മയക്കുമരുന്നും എത്തിക്കാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കുന്നുണ്ടെന്ന് പ്രിൻസിപ്പൽ DCPക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. പോലീസ് പരിശോധനയും പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ടു. 9 ഗ്രാം കഞ്ചാവുമായി പിടിയിലായ യൂണിയൻ ജനറൽ സെക്രട്ടറി അഭിരാജിനെ SFI പുറത്താക്കി. പിടിയിലായ ഷാലിക്ക് KSU പ്രവർത്തകനാണെന്നും SFI സംസ്ഥാന നേതൃത്വം ആരോപിച്ചു. ഇവിടെ പിടിക്കപ്പെട്ട ആഷിഖും അതിനെ തുടർന്ന് ഇന്നിവിടെ പിടിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ പേരും 3 പേരെ ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്ന 3 പേരും KSUവിന്റെ നേതാക്കന്മാരാണ്. ഹോസ്റ്റലിൽ മുൻപും വ്യാപകമായി മയക്കുമരുന്ന് എത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. തുടർ പരിശോധനകൾക്കും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളുടെ ഡിമാൻഡ് അനുസരിച്ചാണ് പുറത്തുനിന്ന് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചിരുന്നത്. 24 കൊച്ചി. സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിൽ പോലീസിനെ വിമർശിച്ച് ഗീവർഗീസ് മാർ കൂർലോസ്. ലഹരിക്കെതിരെ പോലീസ് മുൻകരുതലെടുക്കണമായിരുന്നുവെന്ന് ഗീവർഗീസ് മാർ കൂർലോസ് 24നോട്. 1-2 പേരെ പിടികൂടിയിട്ട് കാര്യമില്ല, ചെറിയ അളവിൽ കഞ്ചാവ് പിടികൂടിയിട്ടുണ്ടെന്ന കളമശ്ശേരി പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പലിന്റെ പ്രതികരണം ബാലിശമാണെന്നും ഗീവർഗീസ് മാർ കൂർലോസ്. ഇതിൻ്റെ വ്യാപനം തടയണമെങ്കിൽ, ഇതില്ലാതെയാകണമെങ്കിൽ കേരള സമൂഹം ഒന്നിച്ചു നിന്ന് ഈ വിപത്തിനെ നേരിടേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ചെറിയ 1-2 പേരെ അവിടെ ഇവിടെ പിടിച്ചുകൊണ്ടൊന്നും കാര്യമായിട്ടില്ല. നല്ലൊരു ഹണ്ട് ഈ കാര്യത്തിൽ നടത്തേണ്ടതുണ്ട്. ഇതിൻ്റെ സോഴ്സ്, ഉറവിടം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവിടെയാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്യേണ്ടത്. നമ്മുടെ മികച്ച പോലീസാണ്. എന്തുകൊണ്ടാണ് ഇതുവരെ ഇതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റാത്തത് എന്ന് ചോദിച്ചാൽ ഒരു ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ വില്ലാണ്. രോഗമുണ്ടാകുമ്പോൾ ചികിത്സിക്കുന്നതല്ല, രോഗം വരാതിരിക്കാനായിട്ട് നമുക്ക് മുൻകരുതലെടുക്കുവാൻ സാധിക്കുമായിരുന്നു. ആ മുൻകരുതലുകൾക്കൊക്കെ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെയും വരാതെ എടുക്കേണ്ട മുൻകരുതലുകൾ സമയത്തെടുത്ത് ഈ വിപത്തിനെ നേരിടാനായിട്ട് നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ നമുക്ക് പിടിച്ചാൽ കിട്ടില്ലാത്ത ഒരു തരത്തിലാണ് ഇത് മുന്നോട്ട് നീങ്ങുന്നത് എനിക്ക് തോന്നുന്നു. നമ്മുടെ നിയമങ്ങൾ ഒത്തിരി മാറാനുണ്ട്. ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ ഇത് സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും വലിയ ക്വാണ്ടിറ്റിയിൽ ആദ്യമാണ്. വളരെ ലാഘവത്തോടു കൂടി അദ്ദേഹം പറയുന്നതായിട്ട് എനിക്ക് തോന്നി. വളരെ അപ്രതീക്ഷിതമായിരുന്നു. ഒരു പ്രിൻസിപ്പലിന് യോജിച്ച പ്രസ്താവനയല്ലായിരുന്നു അദ്ദേഹം. അപ്പോൾ അതിനു മുമ്പ് ഇത് അറിയാമായിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിനെതിരെ നടപടി ഘടിപ്പിച്ച സർക്കാർ. സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്തുന്ന തിങ്കളാഴ്ച ആശമാർക്ക് പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാനിന് പരിശീലനം നൽകണമെന്നാവശ്യപ്പെട്ട് ഉത്തരവിറക്കി. സമരക്കാർക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി CPIM നേതാവ് VP ജയരാജൻ രംഗത്തെത്തി. അതിനിടെ ആശാ വർക്കേഴ്സിന് സംസ്ഥാന സർക്കാർ അനുവദിച്ച ഫെബ്രുവരി മാസത്തെ ഓണറേറിയം അക്കൗണ്ടുകളിൽ ലഭിച്ചു തുടങ്ങി. ആശാ വർക്കേഴ്സിന്റെ സമരം 34-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് പുതിയ അധിക്ഷേപം. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനാണ് സമരത്തിനെതിരെ രംഗത്തെത്തിയത്. സേവന സന്നദ്ധരായിട്ടുള്ളവരെ വഴിതെറ്റിപ്പിച്ച് ഈ സേവന രംഗത്ത് നിന്ന് അവരെ പിൻവലിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ചില ദുഷ്ടശക്തികളുടെ ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള ഒരു സമരമാണിത്. EP ജയരാജന്റെ പരാമർശത്തിനെതിരെ ആശാ വർക്കേഴ്സ് രൂക്ഷമായ ഭാഷയിൽ രംഗത്തെത്തി. ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവരുടെ കൂടെ ഇവിടെ വന്ന് സമരത്തിന് ചെയ്തത്. അത് പറഞ്ഞ വ്യക്തിക്ക് ദുഷ്ടശക്തി എന്താണെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. അവർ ഞങ്ങളെ ഇങ്ങനെ ആശമാരെ ഇങ്ങനെ ഇട്ട് പന്ത് തട്ടുമ്പോൾ അവർക്ക് തട്ടാവുണ്ട്. ദുഷ്ടശക്തികളെന്ന് പറയുന്ന ഈ വ്യക്തിക്ക് എന്ത് അവകാശമാണുള്ളത്? ഞങ്ങൾ 2 കൈയും 2 കാലുമുള്ള വ്യക്തികളാണ്. ഈ ദുഷ്ടശക്തികളെന്ന് വരുന്ന അല്പമെങ്കിലും മനസാക്ഷിയുള്ള ആൾക്കാരാണെന്ന് ഞങ്ങൾക്ക് ഇവിടെ ഐക്യദാർഢ്യം പറയാൻ വരുന്നത്. സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന പാലോട് സ്വദേശിനിയായ അനിതകുമാരിക്ക് ജപ്തി നോട്ടീസ് വന്നു. കേരള ബാങ്കിൽ നിന്നാണ് ജപ്തി നോട്ടീസ്. സത്യം പറഞ്ഞാൽ എനിക്ക് ജീവിക്കണോ മരിക്കണോ എന്നൊരു അറിഞ്ഞൂടാത്തൊരു സാഹചര്യമാണ്. കിടക്കാടാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അത് മറ്റൊരാളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്ത് പോൻ വഴി ചെയ്യണമെന്ന് എനിക്കിപ്പോൾ ഒന്നും അറിയില്ല. ഞാനിപ്പോൾ ആശാ വർക്കറായിട്ട് ജോലി ചെയ്യുകയാണ്. ഈ സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം കൊണ്ട് ഞാനിപ്പോൾ ആകെ തകർന്നു നിൽക്കുന്ന ഒരു നിലയിലാണ്. അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരം പൊളിക്കാൻ പരിശീലന പദ്ധതിയുമായി സർക്കാർ രംഗത്തെത്തി. എല്ലാ ആശാ വർക്കർമാരെയും പങ്കെടുപ്പിച്ച് പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാനിന് പരിശീലനം നൽകണമെന്നാണ് നിർദ്ദേശം. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലാബിൽ പരിശോധനയ്ക്കായി എത്തിച്ച ശരീരഭാഗങ്ങൾ കാണാതായ സംഭവത്തിൽ ആക്രിക്കാരനെതിരെ കേസെടുക്കില്ല. സാമ്പിൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്ത ജീവനക്കാരനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. സാമ്പിൾ പതോളജി ലാബിന് പോലീസ് തിരികെ നൽകി.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം മറ്റു പരിശോധനകൾക്കായി രോഗികളിൽ നിന്നും ശേഖരിച്ച ശരീരഭാഗങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പതോളജി ലാബിലെത്തിച്ചപ്പോഴാണ് മോഷണം പോയത്. പതോളജി ലാബിലേക്കും മൈക്രോബയോളജി ലാബിലേക്കുമായി ആശുപത്രി ആംബുലൻസിൽ അറ്റൻഡർ എത്തിച്ച 17 സാമ്പിളുകൾ സ്റ്റെയർ കേസിന് സമീപം വെച്ച ശേഷം മടങ്ങുകയായിരുന്നു. പരിശോധനയ്ക്കായി ലാബ് ജീവനക്കാർ എത്തിയപ്പോൾ സാമ്പിളുകൾ കണ്ടില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ആക്രിക്കാരൻ സാമ്പിളുകൾ മോഷ്ടിച്ചതായി മനസ്സിലാക്കിയത്. ആശുപത്രി അധികൃതരുടെ പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ഇതര സംസ്ഥാനക്കാരനായ ആക്രിക്കാരനെ കസ്റ്റഡിയിലെടുത്തു. പരിശോധനയിൽ ഇയാളിൽ നിന്നും സാമ്പിൾ കണ്ടെടുത്തു. ആക്രിക്കാരനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. അലക്ഷ്യമായി സൂക്ഷിച്ചിരുന്നതിനാൽ പാഴ്വസ്തുക്കളാണെന്ന് കരുതി എടുത്തതാണെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. അതേസമയം സംഭവത്തിൽ ലാബിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് പതോളജി വിഭാഗം മേധാവി ലൈല രാജി. കാരണം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുള്ള സംഭവമല്ല, അതിന് മുമ്പുള്ള സംഭവമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ അറിയില്ല. കാരണം എന്നും കൊണ്ടുവരുന്ന ആൾ വന്ന് എന്നോട് റിപ്പോർട്ട് ചെയ്തു, അയാൾ ആ സ്റ്റെപ്പിൻ്റെ അവിടെ വെച്ചിരുന്നു സാമ്പിൾസ്, കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് വരുന്നു. കാരണം 2 ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള സ്പെസിമെൻസാണ്, സാമ്പിൾസാണ് ഒരുമിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ തിരിച്ചു വന്നൊരു 10 മിനിറ്റ് തിരിച്ചു വന്നപ്പോൾ അത് കണ്ടില്ല എന്ന് പറഞ്ഞു. അത് നമുക്കുള്ള സ്പെസിമെൻ ആയതുകൊണ്ട് മാത്രമേ ഞാൻ ഇൻവോൾവ് ആയുള്ളൂ. കാരണം നമ്മൾ റിസീവ് ചെയ്തിട്ടില്ല. റിസീവ് ചെയ്താലേ വി ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. 24 തിരുവനന്തപുരം. ലഹരി ഉപയോഗം കണ്ടെത്താൻ കുസാറ്റ് പരിസരത്തെ സ്വകാര്യ ഹോസ്റ്റലുകളിലും PGകളിലും പരിശോധന. 2 ഗ്രാം കഞ്ചാവ് പിടികൂടി. ഒരാളെ കസ്റ്റഡിയിലെടുത്തുവെന്ന വിവരം വരുന്നുണ്ട്. എറണാകുളത്ത് കളമശ്ശേരി കുസാറ്റ് ക്യാമ്പസിന് പരിസരത്തുള്ള ഹോസ്റ്റലിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, കഴിഞ്ഞ ദിവസമാണ് കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് വലിയ അളവിൽ കഞ്ചാവ് പിടികൂടിയത്. ഇന്നത്തെ പരിശോധനയിലും 2 ഗ്രാം കണ്ടെത്തുന്നു. ആരാണ് പിടിയിലായിരിക്കുന്നത്? വിദ്യാർത്ഥിയാണോ? ഗൂഗിൾ ഇന്ന് ശനിയാഴ്ചയാണ്. സാധാരണഗതിയിൽ സിറ്റി പോലീസ് കോമ്പിംഗ് നടത്തുന്ന ദിവസമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടിച്ചൊരു പശ്ചാത്തലത്തിൽ ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്താൻ ഇന്ന് സിറ്റി പോലീസ് തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് ഈ കുസാറ്റ് പരിസരം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത്. പ്രത്യേകിച്ച് ഈ കുസാറ്റ് ക്യാമ്പസിന് പുറത്തുള്ള PGകളും ഹോസ്റ്റലുകളും കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ പരിശോധന. അങ്ങിങ്ങായി ചിലയിടങ്ങളിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. പക്ഷേ ചെറിയ ക്വാണ്ടിറ്റിയാണ്. അതായത് ഇപ്പോൾ പിടികൂടിയത് 2 ഗ്രാം കഞ്ചാവാണ്. അതൊരു PGയിൽ നിന്ന് പിടികൂടിയെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാൾ വിദ്യാർത്ഥിയാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷെ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിച്ച് അതുമായി ബന്ധപ്പെട്ടും മദ്യപിക്കുന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെ കേസെടുത്തിട്ടുണ്ട്. വ്യാപക പരിശോധന ഇന്ന് രാത്രി നടത്താൻ തന്നെയാണ് തീരുമാനം. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ മേഖല, അതായത് ഈ കുസാറ്റ് ക്യാമ്പസിനകത്തല്ല, കുസാറ്റ് ക്യാമ്പസിന് പുറത്തുള്ള ഈ ഹോസ്റ്റലുകളും PGകളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഈ പോലീസിനടക്കം ചില വിവരങ്ങളുണ്ട്. ഇത്രയും ഹോസ്റ്റലുകളും അതോടൊപ്പം PGകളും ഒക്കെ കേന്ദ്രീകരിച്ച് വിപുലമായി ലഹരി വിപണനവും ഉപയോഗവും ഒക്കെ നടക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് ഈ മേഖല പ്രത്യേകമായി ശ്രദ്ധ നൽകി പരിശോധിക്കാൻ തീരുമാനിച്ചത്. നഗരത്തിലും പരിശോധന നടക്കുന്നുണ്ട്. അത് കോമ്പിങ്ങിന്റെ ഭാഗമായുള്ള പരിശോധനയാണ്. കഴിഞ്ഞ ആഴ്ച നടത്തിയ പരിശോധനയിൽ ഏകദേശം 300-ലധികം ആളുകളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ്. സമാനമായി ഈ ദിവസവും കൂടുതൽ അറസ്റ്റുകളും അതോടൊപ്പം തന്നെ ലഹരി പിടികൂടലും ഒക്കെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു വ്യത്യസ്തതയുള്ളത് ഈ കളമശ്ശേരി പോളിടെക്നിക്കിലെ കേസുമായി ബന്ധപ്പെട്ട് ആ ഒരു പ്രസ്തുത അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആ മേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകൾ ഊർജിതമാക്കുന്നു. ഈ കുസാറ്റ് ക്യാമ്പസിന് പുറത്തുള്ള ഹോസ്റ്റലുകളും PGകളും അതോടൊപ്പം ആ സമീപ പ്രദേശത്തെ മറ്റിടങ്ങളിലും ഈ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളൊക്കെ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു പരിശോധന നടത്തുന്നു. നിലവിൽ ഒരാളെ മാത്രമാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. 2 ഗ്രാം കഞ്ചാവാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഗോകുൽ. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും തൃക്കാക്കരയിലും കളമശ്ശേരിയിലും വ്യാപകമായ പരിശോധനയാണ് വിദ്യാർത്ഥികളുടെ PGകളും ഹോസ്റ്റലുകളും ഒക്കെ കേന്ദ്രീകരിച്ച് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. മയക്കുമരുന്ന് വ്യാപനത്തിനും അക്രമങ്ങൾക്കുമെതിരെ ജനങ്ങളെ അണിനിരത്താൻ 24. ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ മാധ്യമരംഗത്ത് 40 വർഷം പിന്നിടുന്ന ആഘോഷവേള ജനജാഗ്രതയുടെ സന്ദേശമാക്കുകയാണ്. SKN 40 എന്ന് പേരിട്ട ജനകീയ യാത്രയ്ക്ക് നാളെ തുടക്കമാകും. എന്റെ കേരളം എന്റെ അഭിമാനം എന്ന കേരള യാത്രയുടെ മുഖ്യ സന്ദേശം അരുത് അക്രമം, അരുത് ലഹരി എന്നതാണ്. നാടിന്റെ മുക്കിലും മൂലയിലും പര്യടനം നടത്തുന്ന കേരള യാത്ര 1 മാസം നീണ്ടു നിൽക്കും. R. ശ്രീകണ്ഠൻ നായർ എന്ന മാധ്യമപ്രവർത്തകനെ മലയാളി അറിഞ്ഞത് പഠനകാലത്തെ കലാകൗമുദി ഫീച്ചറുകളിലൂടെയാണ്. തലപ്പൊക്കമുള്ള എഴുത്തുകാരുടെ ഇടമാണ് കലാകൗമുദി. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ അധ്യാപകനായിരുന്നു ഇന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട SKN. അക്കാലത്ത് അധ്യാപക ജോലി രാജിവെച്ച് ആകാശവാണിയിലെത്തി. പിന്നീട് മലയാള ദൃശ്യമാധ്യമ രംഗത്തെ തുടക്കക്കാരിൽ ഒരാളായി. ദൂരദർശനിലെ ജസ്റ്റ് എ മിനിറ്റും
ഏഷ്യാനെറ്റിലെ നമ്മൾ തമ്മിലും ജനം ഏറ്റെടുത്തു. കേരളത്തിലെ ക്യാമ്പസുകൾ ഇപ്പോൾ ഒരു പുതിയ പ്രതിഭാസമാണ്. പാതിരാ നേരത്ത് മെഴുകുതിരി വെട്ടത്തിൽ പരീക്ഷയിൽ ജയിക്കുമോ പരീക്ഷയിൽ തോക്കുമോ എന്നറിയാൻ ഒരു പുതിയ ബോർഡ്, ഓജോ ബോർഡ്. ഈ ഓജോ ബോർഡ് പരീക്ഷ കാരണം പല പെൺകുട്ടികൾക്കും മനോവിഭ്രാന്തി ഉണ്ടായെന്നും പരാതി കേൾക്കുന്നു. ഏഷ്യാനെറ്റിന് പിന്നാലെ സൂര്യ ടിവിയിലും സംവാദ അവതാരകനായി. സംവാദങ്ങൾ ചിലപ്പോ ആടിനെ പട്ടിയാക്കിയെന്ന് വരും. അത് ഇവിടെ നടക്കില്ല. നേരിന്റെ കണ്ണുകൾ കാണിച്ചു തരാൻ ഞാൻ വരികയാണ്. മലയാള മനോരമയുടെ ദൃശ്യമാധ്യമത്തിലേക്കുള്ള ചുവടുവയ്പ്പിന് നേതൃപരമായ പങ്കുവഹിച്ചു. വൈകാതെ ഫ്ലവേഴ്സ് എന്ന ജനപ്രിയ ചാനലിന് തുടക്കമിട്ടു. വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കുറച്ചധികം കാലമായി ഒരു വാർത്താ ചാനലിന്റെ വരവ് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഫ്ലവേഴ്സിന് പിന്നാലെ തുടങ്ങിയ 24 പ്രേക്ഷക പിന്തുണയിൽ അധികം വൈകാതെ മുന്നിലെത്തി. വളർച്ചയുടെ കാലത്തും മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ 24 ശ്രമിച്ചു. ഇതാ ഇക്കാലത്ത് വരുന്നു SKN. ഇനി ലഹരിക്കെതിരായ പ്രതിരോധത്തിന്റെ നാളുകൾ. എന്റെ കേരളം, എന്റെ അഭിമാനം. കൊച്ചി. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണക്കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന യൂണിറ്റിൽ നിന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ മാറ്റി. നിലവിൽ തമിഴ്നാട്ടിൽ സേവനമനുഷ്ഠിക്കുന്ന രാജേഷ് നായർക്കാണ് പകരം ചുമതല. അതേസമയം കെ രാധാകൃഷ്ണൻ MP-ക്ക് ED വീണ്ടും സമൻസ് അയച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണക്കേസുമായി ബന്ധപ്പെട്ട നിർണായക സമയത്താണ് ED-യിൽ തലകൾ ഉരുളുന്നത്. അന്വേഷണ ചുമതലയുണ്ടായിരുന്ന യൂണിറ്റിൽ നിന്നും ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ അപ്രധാനമായ മറ്റൊരു യൂണിറ്റിലേക്ക് മാറ്റി. എന്നാൽ മാറ്റിയതിന്റെ കാരണം ഇനിയും വ്യക്തമല്ല. നേരത്തെ സ്വർണ്ണക്കടത്ത് കേസിൽ ED അന്വേഷണ വിവരങ്ങൾ ചോർന്നതിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനാണ് പി രാധാകൃഷ്ണൻ. പി രാധാകൃഷ്ണന് പകരം കരുവന്നൂർ കേസ് അന്വേഷിക്കുന്ന യൂണിറ്റിന്റെ തലപ്പത്തേക്ക് നിലവിൽ തമിഴ്നാട്ടിൽ സേവനമനുഷ്ഠിക്കുന്ന രാജേഷ് നായരെ നിയോഗിച്ചിട്ടുണ്ട്. ED കൊച്ചി യൂണിറ്റിന്റെ പുതിയ അഡീഷണൽ ഡയറക്ടറായി രാകേഷ് കുമാർ സുമൻ ഈ മാസം 20-ന് ചുമതലയേൽക്കും. അതേസമയം ആലത്തൂർ MP CPIM മുതിർന്ന നേതാവുമായ കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യുന്നതിലെ കാലതാമസം മൂലം അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ പ്രതിസന്ധി രൂപപ്പെട്ടിട്ടുണ്ട്. പാർലമെന്റ് സമ്മേളനം അവസാനിച്ച ശേഷം ഹാജരാകാമെന്നാണ് കെ രാധാകൃഷ്ണൻ അറിയിച്ചിട്ടുള്ളത്. സമ്മേളനം തീരാൻ ഏപ്രിൽ ആദ്യവാരമാകും എന്നതിനാൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നത് നീണ്ടേക്കും. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. സൈബർ ആക്രമണം നേരിടുന്ന CPIM നേതാവ് G സുധാകരനെ പിന്തുണച്ച് H സലാം MLA KPCC പരിപാടിയിൽ പങ്കെടുത്തത് മഹാ അപരാധമല്ല. CPIM-ന് സൈബർ ഇടങ്ങളിൽ പെരുമാറ്റച്ചട്ടമുണ്ട്. അതിന് വിരുദ്ധമായി ആരും പ്രവർത്തിക്കരുത്. G സുധാകരൻ ആശയ അടിത്തറയുള്ള ആളാണെന്നും H സലാം. KPCC-യിലെ ഒരു പരിപാടിയിൽ സഖാവ് G സുധാകരൻ പങ്കെടുത്തു എന്നുള്ളതൊരു വലിയ മഹാ അപരാധമൊന്നുമല്ല. അപ്പോൾ അവിടെ സഖാവ് G സുധാകരൻ പോയി എന്നുള്ളതുകൊണ്ട് KPCC-യിൽ ഈ ഒരു പരിപാടി പങ്കെടുത്തു എന്നുള്ളതുകൊണ്ട് G സുധാകരൻ കമ്മ്യൂണിസ്റ്റ് അല്ലാതാവുന്നില്ല. അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും സ്വാധീനിച്ചിട്ടോ അദ്ദേഹത്തിന് രാഷ്ട്രീയമായി എന്തെങ്കിലും വ്യത്യാസമൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന ആളല്ല. അത്രയും ആശയ അടിത്തറയുള്ള ആളാണ്. അദ്ദേഹത്തെ ഇങ്ങനെ സാമൂഹ്യ മാധ്യമം വഴി ഇതുപോലെ ആക്രമിക്കേണ്ട കാര്യം അതിനകത്ത് വരുന്നില്ല. അതാര് ചെയ്താലും, ഏത് പ്രദേശത്തുള്ളവർ ചെയ്താലും, ആര് ചെയ്താലും ഒരു വളരെ തെറ്റായൊരു കാര്യമാണ് അദ്ദേഹത്തിന് നേരെ ചെയ്തിട്ടുള്ളത്. കൊല്ലം കടക്കൽ ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടിക്കിടെ വിപ്ലവഗാനം ആലപിച്ച സംഭവത്തിൽ ക്ഷേത്രം ഉപദേശക സമിതിയോട് ദേവസ്വം ബോർഡ് വിശദീകരണം തേടി. ദേവസ്വം വിജിലൻസ് SP അന്വേഷിക്കും. കാണികൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് വിപ്ലവഗാനം ആലപിച്ചതെന്ന് ഗായകൻ അലോഷി ആദം പറഞ്ഞു. BJPക്ക് വളരാൻ CPIM അവസരമൊരുക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. കടക്കൽ ദേവീക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തിലെ സംഗീത പരിപാടിയിൽ CPIM DYFI പതാകകളുടെ പശ്ചാത്തലത്തിൽ വിപ്ലവഗാനങ്ങൾ ആലപിച്ചതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. കേരളത്തിലെ CPIM എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇത്തരം പരിപാടികൾ നടത്തുന്നതിലൂടെ BJPക്ക് CPIM വഴിയൊരുക്കുകയാണെന്നും ആരോപിച്ചു. നാണംകെട്ട പാർട്ടിയല്ലേ ഇത്? നാണംകെട്ട പാർട്ടി. അവിടെ അതിന്റെ പേരിൽ ഒരു സംഘർഷം ഉണ്ടായി. BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. അമ്പലത്തിൽ പോയി ഇത് ചെയ്ത് അവിടെ സംഘർഷം ഉണ്ടാക്കി BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ക്ഷേത്രങ്ങളിൽ CPIM-ന്റെ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമമെന്നും ഇത്തരം പരിപാടികൾ ക്ഷേത്രോത്സവങ്ങളെ മലീമസമാക്കുന്നുവെന്നും NK പ്രേമചന്ദ്രൻ MP. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പാർട്ടിയുടെ CPM-ന്റെ സമഗ്രാധിപത്യം സ്ഥാപിക്കുക എന്ന വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ശബരിമല സംഭവത്തിന് ശേഷം CPM-ന്റെ നേതൃത്വത്തിൽ ആസൂത്രിതമായ നിലയിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നു. ക്ഷേത്ര ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തകർത്ത് ക്ഷേത്രങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകളും
സമ്മേളന വേദിയുമാക്കിയതിന്റെ ഉദാഹരണമാണ് കടക്കലിലേതെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല പ്രസ്താവനയിലൂടെ കുറ്റപ്പെടുത്തി. തന്റെ പരിപാടികളിൽ വിപ്ലവ ഗാനങ്ങളും ഉൾപ്പെടുമെന്ന് പരിപാടി ഏൽപ്പിച്ചവർക്കറിയാമെന്നും ഗാനത്തിനിടെ DYFI പതാക സ്ക്രീനിൽ വന്നതിൽ തനിക്ക് പങ്കില്ലെന്നും ഗായകൻ അലോഷി ആദം. അത് നോർമലി അവിടെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിക്കായിട്ട് അവർ പ്രത്യേകം സെറ്റ് ചെയ്തിട്ടുള്ള വാളാണ് പിറകിലുള്ളത്. അതിന് ടെക്നീഷ്യൻ ആയിരിക്കണം ഈ പാട്ടിന് അനുയോജ്യമായത് ഇതായിരിക്കും എന്ന് കരുതി ഇട്ടിട്ടുള്ളത്. അല്ലാതെ എൻ്റെ ഒരു ഇതല്ല അത്. ക്ഷേത്രങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തനം അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസ് SP-യോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. സമിതിയുടെ നേതൃത്വത്തിൽ എന്തെങ്കിലും ചിഹ്നമോ പരിപാടികളോ നടത്തിയാൽ കൃത്യമായ നടപടി ഉണ്ടാവും. അന്വേഷണം ഞങ്ങൾ ഉപദേശ സമിതിക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വിജിലൻസ് SP ഉണ്ട്. SP-യെ കൊണ്ട് അന്വേഷിപ്പിക്കുവാനും ഉത്തരവ് കൊടുത്തു. ക്ഷേത്ര ഉപദേശക സമിതിയോട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിശദീകരണവും തേടിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊല്ലം. കയ്യേറ്റങ്ങൾക്കെതിരായ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയാണ് ഇടുക്കി ചൊക്രമുടിയിലേതെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. ഇടുക്കിയിലെ കയ്യേറ്റങ്ങൾ കണ്ടെത്തി നടപടി സ്വീകരിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കും. വ്യാജ പട്ടയം നിർമ്മിച്ച് ഭൂമി കയ്യേറിയവർക്കെതിരെ ക്രിമിനൽ നടപടികളിലേക്ക് കടക്കാൻ ദേവികുളം സബ് കളക്ടർക്ക് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി വ്യക്തമാക്കി. ചൊക്രമുടിയിൽ കയ്യേറിയ സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കാൻ സഹായകമായത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടാണെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. കലക്ടർ നൽകിയ റിപ്പോർട്ടനുസരിച്ച് സമീപകാലത്ത് അനുവദിച്ച പട്ടയങ്ങൾ ഉപയോഗിച്ചല്ല കയ്യേറ്റം നടന്നത്. കോടതി ഇടപാടുകൾ മുന്നിൽ കണ്ട് എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയാണ് സർക്കാർ നടപടി. ഏതുന്നതനായാലും ഒരു കയ്യേറ്റക്കാരനെയും സംരക്ഷിക്കില്ലെന്നും K. രാജൻ. ചക്രമുടിയിലെ അനധികൃത കയ്യേറ്റവും നിർമ്മാണ പ്രവർത്തനങ്ങളും അന്വേഷിക്കുന്നതിന് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ നിർദ്ദേശം നൽകി. ഇതിനെ തുടർന്ന് സബ് കളക്ടർ ജില്ലാ കളക്ടറുടെ മുമ്പാകെ ഒരു നിർദ്ദേശം സമർപ്പിക്കുകയുണ്ടായി. ചട്ടം ലംഘിച്ചതായി കണ്ടെത്തിയിട്ടാണ് എല്ലാ നടപടികളും ക്യാൻസൽ ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട നടപടി തീരുമാനിച്ചത്. ഒരാളെയും ഒരു കൈവശക്കാരനെയും സംരക്ഷിക്കാനുള്ള ഒരു താല്പര്യവും ഗവൺമെന്റിനില്ല. ചൊക്രമുടിയിൽ വ്യാജപട്ടയം നിർമ്മിച്ച് ഭൂമി കയ്യേറിയവർക്കെതിരെ ക്രിമിനൽ നടപടികളിലേക്ക് കടക്കാൻ ദേവികുളം സബ് കളക്ടർക്ക് റവന്യൂ മന്ത്രി നിർദ്ദേശം നൽകി. ചൊക്രമുടിയിൽ കയ്യേറ്റത്തിനായി ഉപയോഗിച്ച 4 പട്ടയങ്ങളാണ് റദ്ദാക്കിയത്. കറുപ്പുസ്വാമി, ഗുരുസ്വാമി, മണിവേൽ എന്നിവരുടെ പേരുകളിൽ അനുവദിച്ച പട്ടയങ്ങളാണ് റദ്ദാക്കിയത്. ഈ 4 പട്ടയങ്ങളുടെയും പട്ടയരേഖകളിലടക്കം ക്രമക്കേട് കണ്ടെത്തി. 1971 മുൻപ് തന്നെ ഈ പട്ടയഭൂമി അന്യാധീനപ്പെട്ടു പോയിരുന്നുവെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 24 ഇടുക്കി. ബ്രഹ്മാണ്ഡ ചിത്രം എമ്പുരാന്റെ നിർമ്മാണ പങ്കാളിയായി ശ്രീഗോകുലം മൂവീസ്. ലൈക്ക പ്രൊഡക്ഷൻസിനൊപ്പം ശ്രീഗോകുലം മൂവീസും നിർമ്മാണത്തിൽ പങ്കാളിയായി. തടസ്സങ്ങളില്ലാതെ ചിത്രം പുറത്തിറക്കാനാണ് നിർമ്മാണ പങ്കാളിയായതെന്ന് ഗോകുലം ഗോപാലൻ 24-നോട് പറഞ്ഞു. പ്രതിസന്ധി അവസാനിച്ചതോടെ ചിത്രം ഈ മാസം 27-ന് തന്നെ തിയേറ്ററിലെത്തും. അബ്രാം ഖുറേഷിയായുള്ള മോഹൻലാലിന്റെ 2ാം പകർനാട്ടം കാണാനുള്ള ആകാംക്ഷയിലായിരുന്ന പ്രേക്ഷകരെ നിരാശരാക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമാ ലോകത്ത് ഉയർന്നുവന്ന റിപ്പോർട്ട്. ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ ആശീർവാദ് സിനിമാസിനും ലൈക്ക പ്രൊഡക്ഷൻസിനും ഇടയിലുള്ള തർക്കം മൂലം റിലീസ് പ്രതിസന്ധിയിലായി. ഇതോടെയാണ് ഗോകുലം ഗോപാലന്റെ നിർണായക ഇടപെടൽ. ഗോകുലം ഗോപാലനോട് നിർമ്മാണ പങ്കാളിയാകാൻ ആന്റണി പെരുമ്പാവൂർ അഭ്യർത്ഥിച്ചതിന് പിന്നാലെ ചിത്രത്തിന്റെ നിർമ്മാണം ശ്രീഗോകുലം മൂവീസ് ഏറ്റെടുത്തു. ലൈക്കൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ട്, അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ. അത് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എന്നോട് പറഞ്ഞു, ആന്റണിയും പറഞ്ഞു, ലൈക്കൽ ആൾക്കാരും പറഞ്ഞു, ഞാനത് ഏറ്റെടുത്തു. കാരണം ഒരു നല്ലൊരു ഒരു പടമാണത്. ആ പടത്തിന് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഭിപ്രായ വ്യത്യാസമോ എന്തെങ്കിലും ഒരാളില്ലാത്തതുകൊണ്ട് അത് നിന്ന് പോകാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ദൗത്യത്തിന് ഇറങ്ങിയത്. ചിത്രത്തിന്റെ റിലീസ് തീയതി വളരെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ആശീർവാദ് സിനിമാസും ലൈക്കയും തമ്മിലുള്ള ആശയക്കുഴപ്പത്തിന് പിന്നാലെ പ്രൊമോഷണൽ അപ്ഡേറ്റുകൾ ഇല്ലാതായത് സിനിമാ പ്രേമികളിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു. ഇതിനിടയിലാണ് ആശ്വാസവാർത്ത. This deal is with the devil. കൊച്ചി. ഇപ്പോൾ വരുന്നൊരു സ്പോർട്സ് അപ്ഡേറ്റിലേക്കാണ്. മുംബൈ ഇന്ത്യൻസിന് വനിതാ പ്രീമിയർ ലീഗിൽ കിരീടം നേട്ടം. WPL കിരീടം നേടുകയാണ് മുംബൈ ഇന്ത്യൻസ്. തുടർച്ചയായി 3ാം ഫൈനലിലും ഡൽഹിക്ക് നിരാശ. അങ്ങനെ 2023 പ്രഥമ വനിതാ പ്രീമിയർ ലീഗിലും മുംബൈ ആയിരുന്നു ജേതാക്കൾ. ഇപ്പോൾ 2025 ജേതാക്കളാകുന്നു മുംബൈ. 150 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന
ഡൽഹിയുടെ ഇന്നിംഗ്സ് 9 വിക്കറ്റിന് 141 അവസാനിച്ചതോടെയാണ് മുംബൈ രണ്ടാം കിരീടം സ്വന്തമാക്കുന്നത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. മുൻ പങ്കാളി എലിസബത്തിനും യൂട്യൂബർ അജു അലക്സിനുമെതിരായ പരാതിയുമായി നടൻ ബാലയും ഭാര്യ കോകിലയും. സമൂഹ മാധ്യമത്തിൽ തന്നെ അപകീർത്തിപ്പെടുത്താൻ മുൻ ഭാര്യ അമൃതയുമായി ചേർന്ന് ഇരുവരും ശ്രമിക്കുന്നുവെന്നാണ് പരാതി. പരാതിയിൽ ബാലയുടെയും ഭാര്യയുടെയും മൊഴി കൊച്ചി സൈബർ പോലീസ് രേഖപ്പെടുത്തി. സമൂഹ മാധ്യമങ്ങളിലൂടെ തുടർച്ചയായി തങ്ങളെ അപമാനിക്കുന്നു എന്നതാണ് നടൻ ബാലയുടെയും ഭാര്യ കോകിലയുടെയും പരാതി. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നേരിട്ടെത്തി ഇരുവരും പരാതി നൽകി. യൂട്യൂബർ അജു അലക്സുമായി ചേർന്ന് മുൻ പങ്കാളി എലിസബത്ത് നിരന്തരമായി അധിക്ഷേപിച്ചുവെന്നും 50 ലക്ഷം രൂപ ആവശ്യപ്പെട്ടപ്പോൾ നൽകാത്തതാണ് വിരോധത്തിന് പിന്നിലെന്നുമാണ് ബാലയുടെ പരാതി. ആർക്കെങ്കിലും പൈസ ഇല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ട് എന്നെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചാൽ കാശുണ്ടാക്കാൻ പറ്റും. എന്തൊക്കെ ഹറാസ്മെന്റ്. ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പം ഏൻ വന്ന് പറയണം? ഇത്രയും നാളെ എലിസബത്ത് എവിടെ ഉണ്ടായിരുന്നു? 1.5 കൊല്ലം. ഇത് വലിയ തെളിവല്ലേ? ഭാര്യ கோகில നൽകിയ പരാതിയിൽ മുൻ ഭാര്യക്കെതിരെയും ആരോപണമുണ്ട്. பேச கூட எனக்கு ஒரு மாதிரி இருக்கு. நீங்கெல்லாம் இப்போ நீங்க போட்டா கூட அது எப்படி சொல்றது, நெகட்டிவா தான் அவங்க பேசுவாங்க. ஒரு கமெண்ட் கூட படிக்க முடியல, பார்க்க முடியல. அவ்வளவு அசிங்கமா ரொம்ப கீழ்த்தனமா பேசுறாங்க. ஏன்னா கமெண்ட் பண்றது எல்லாமே ஒரு பொண்ணு ஒரு പയ്യനും தான். സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും വ്യക്തിപരമായി അവഹേളിക്കുന്ന രീതിയിലുമുള്ള വീഡിയോകളാണ് പ്രചരിക്കുന്നതെന്ന് അഭിഭാഷക. തുടർച്ചയായിട്ട് 1-2 ആഴ്ചയായി തുടർച്ചയായിട്ട് വീഡിയോ ചെയ്തുകൊണ്ട് ഇവരുടെ പേഴ്സണൽ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനും അവരുടെ മനസ്സമാധാനം തകർക്കാനായിട്ട് കറക്റ്റായിട്ടൊരു സ്റ്റോക്കിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരാതിയിൽ DCPയുടെ നിർദ്ദേശപ്രകാരം കൊച്ചി സിറ്റി സൈബർ പോലീസ് ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തി. 24 കൊച്ചി. 24 പൂർണ്ണമാകുന്നു.